السلام عليكم ورحمة الله. الحمد لله الصلاة والسلام على حبيب الرحمن وآله وصحبه أهل الأمن والإيمان أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. സഹോദരങ്ങളെ, എന്നെ ശ്രവിക്കുന്ന ശ്രോതാക്കളെ, മനുഷ്യൻ നിഖില മേഖലകളിലും പുരോഗതി പ്രാപിച്ച ആധുനിക ലോകത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പുരോഗമനാശയങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കുന്ന ഈ ലോകക്രമത്തിൽ അവകാശങ്ങൾക്ക് വലിയ മൂല്യമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പ്രകൃതിക്കും പക്ഷിമൃഗാദികൾക്കും വേണ്ടി ഇന്ന് ഘോര സംസാരിക്കാൻ ആളുണ്ട്. എന്നാൽ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള മുറവിളികൾ ചില വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ഫലസ്തീനിന്റെ മാറിടത്തിൽ നിണം ചിന്തി പൊലിഞ്ഞു വീഴുന്ന പിഞ്ചോമനകൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ആളില്ലാതിരിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന വിരോധാഭാസം നിറഞ്ഞ ലോകത്താണ് ഗസ ലോകത്തിന്റെ നൊമ്പരം എന്ന വിഷയം കാലിക പ്രസക്തമായി തീരുന്നത്. മുഅ്മിനീങ്ങളെ, തികഞ്ഞ സമാധാനത്തിലും ആത്മാഭിമാനത്തിലും ജീവിച്ചവരായിരുന്നു ഫലസ്തീനികൾ. 3 മതങ്ങളുടെ പുണ്യഭൂമി ഉൾക്കൊള്ളുന്ന ഈ ദേശത്ത് വൈര്യങ്ങളില്ലാതെ പരസ്പര സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നവരായിരുന്നു മുസ്ലിമും ക്രൈസ്തവനും ന്യൂനപക്ഷമായ ജൂതനും. ഈ സ്നേഹ സന്തോഷങ്ങൾ നിറഞ്ഞ ജീവിതത്തിന്റെ അന്തകരായിരുന്നു 1948 സ്ഥാപിതമായ നരമേധന്മാരായ ഇസ്രായേലികളുടെ ജൂതരാഷ്ട്രം. അതിഥികളായി വന്ന അധിനിവേശകരായി മാറി പതിയെ ആസൂത്രിതമായ ആക്രമണങ്ങളിലൂടെ ദേശങ്ങൾ കീഴടക്കിയ ക്രൂരതയും നെറുകേടും നിറഞ്ഞ ഈ ചരിത്രം വേദനയോടെ അല്ലാതെ ഒരു മനുഷ്യ സ്നേഹിക്കും കേട്ടു നിൽക്കാനാവില്ല. തകർന്നു വീഴുന്ന കെട്ടിടങ്ങൾ, വിശക്കുന്ന കുഞ്ഞുങ്ങൾ, ഭയം നിറഞ്ഞ കണ്ണുകൾ, നിലയ്ക്കാത്ത ബോംബ് വർഷങ്ങൾ, ഇതാണ് ഇന്നത്തെ ഗസയുടെ ചിത്രം. നമ്മൾ വെറും സാങ്കല്പിക കഥകളിൽ മാത്രം വായിച്ച പട്ടിണിക്കോലങ്ങളുടെ യാഥാർത്ഥ്യങ്ങളാണ് ഗസയിലെ തെരുവോരങ്ങളിൽ അത്രയും. മരണത്തെ മുന്നിൽ കണ്ട് തന്റെ വസിയത്ത് കത്തെഴുതി യാത്ര പറഞ്ഞ കുഞ്ഞു ഹയമാരുടെ വിലാപമാണ് അവിടുത്തെ വായുവിനടക്കം പറയാനുള്ളത്. അവിടെ ഓരോ ദിവസവും അതിജീവനത്തിനായുള്ള പോരാട്ടമാണ്. ഉറക്കമില്ലാത്ത രാത്രികളും പ്രത്യാശയില്ലാത്ത പകലുകളുമാണ് അവർക്ക് സമ്മാനിക്കപ്പെടുന്നത്. എന്നാൽ നമ്മയൊക്കെ അമ്പരിപ്പിക്കുമാറ് അവർ പ്രകടിപ്പിക്കുന്ന ക്ഷമക്കും വിശ്വാസദാർഢ്യത്തിനും മറ്റെന്തെങ്കിലും പകരമാകുമോ എന്നത് സംശയമാണ്. ولا تحسبن الذين قتلوا في سبيل الله امواتا بل احياء عند ربهم يرزقون. അവർ നിഷ്കരുണം കൊല ചെയ്യപ്പെട്ട തങ്ങളുടെ സഹോദരങ്ങളെ ദൈവിക മാർഗത്തിൽ ഖുർആൻ ഉദ്ഘോഷിച്ചവരായി കാണുകയും ദൈവിക സഹായത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. ഹിറ്റ്ലറിന്റെ ഇരകൾ വേട്ടക്കാരായി മാറിയ ഈ വംശഹത്യയെ കേവലം രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി പലപ്പോഴും പിന്തുണക്കുക പോലും ചെയ്യുന്ന രാജ്യങ്ങളും സഹോദര രാഷ്ട്രങ്ങളും ഏറെ ഭയാനകരമായി അനുഭവപ്പെടുകയാണ്. അതിലപ്പുറം ഈ ക്രൂര വിനോദങ്ങളിൽ എത്രയും നിസ്സംഗരമായി നോക്കി നിൽക്കുന്ന നമ്മളാണ് പരമനീചർ. വേദനയുടെയും കണ്ണീരിന്റെയും ഈ ഭൂമിക്ക് ചിരി തിരികെ നൽകാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാനാകുമെന്നതിനെ കുറിച്ച് നാം കൂലങ്കഷമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. തെറ്റിദ്ധരിക്കപ്പെട്ട സമൂഹങ്ങളെ ഗസയുടെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കാൻ ആവശ്യമായ ചലനങ്ങൾ നാം നടത്തേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ദുരിതങ്ങളുടെ തീരാപ്പേപ്പിൽ ഉരുകിയൊലിക്കുന്ന ഗസക്കാരുടെ പുഞ്ചിരി തിരികെ കൊണ്ടുവരാനതുപോലെ യഹൂദികൾ വധിക്കപ്പെടാതെ അന്ത്യനാൾ സംഭവിക്കില്ലെന്ന പ്രവാചക വചനത്തിന്റെ പുലർച്ച പോലെ പ്രതീക്ഷയുടെ തുരുത്തായി യൂറോപ്പ് ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫലസ്തീൻ അനുകൂല മൂവ്മെന്റുകൾ ഉയരുകയാണ്. തങ്ങളുടെ സഹോദരർക്കൊപ്പം ഒന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈജിപ്ഷ്യർ ഒഴുക്കിയ ഭക്ഷണ കുപ്പികൾ ഭരണകൂടത്തിന്റെ നിലപാടിനെ മറികടന്ന് ഈജിപ്ഷ്യർ ഒഴുക്കിയ ഭക്ഷണ കുപ്പികൾ മാനവികതയുടെ തുല്യതയില്ലാത്ത ദർശനമായിരുന്നു. ഗ്ലോബൽ സ്മൂത്ത് ഫ്ലോട്ടില്ല എന്ന പേരിൽ ഫലസ്തീനികൾക്ക് ആവശ്യമായ മരുന്നും ഭക്ഷണവും ഏറി ലോകത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും ഉൾപ്പെടെ ഒരു പറ്റ മനുഷ്യർ ഫലസ്തീനോട് അടുത്തെപ്പോഴേക്കും ക്രൂരന്മാരായ ഇസ്രായേലികൾ അത് തടഞ്ഞുവെങ്കിലും അത് ലോകത്തിന് മുന്നിൽ വലിയൊരു ചലനമാണ് സൃഷ്ടിച്ചത്. ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വാങ്ങി അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വാങ്ങി ഇസ്രായേൽ വെടിനിർത്തത്തിന് നിർബന്ധിതരാവേണ്ടി വന്നിരിക്കുന്നു. ഇത് മനുഷ്യത്വത്തിന്റെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ്. സമാധാനപൂർണമായ ഗസയുടെ ശുഭപ്രതീക്ഷയുടെ സൂചനകളാണ്.
ധർമ്മലോകത്തേക്കുള്ള പാതകൾക്ക് ദൂരമേറെയാണെങ്കിലും അവ നീതിയിൽ ചെന്നാണ് പര്യവസിക്കുക എന്ന മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ വചനത്തെ ഓർമ്മപ്പെടുത്തിയും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.